ജൂനിയർ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ ഒരുപാട് വേദനകളും കഷ്ടപ്പാടും നിറഞ്ഞ ഒരു പ്രവർത്തന മേഖലയാണ്. അവർക്ക് വേണ്ട വിധത്തിലുള്ള അംഗീകാരം കിട്ടിയിട്ടില്ല. അവർക്ക് ശരിയായ രീതിയിലുള്ള അതായത് വേതനം, അതിൻ്റെ ആ കാര്യങ്ങൾ കോർഡിനേറ്റർ വിളിക്കുന്നു പോകുന്നു, കോർഡിനേറ്റർ വിളിക്കുന്നു പോകുന്നു, എന്തോ ഉദ്ദേശിച്ച് അവർ വിളിക്കുന്നു പോകുന്നു. അവിടെ ചെല്ലുന്ന രീതിയിൽ ആഹാരമായാലും വ്യത്യസ്തമായ രീതിയിൽ ഈ കാര്യങ്ങൾ പ്രൊഡ്യൂസറോ ഡയറക്ടറോ അറിയുന്നു നമുക്കറിയുന്നില്ല. പക്ഷേ ജൂനിയർ ആർട്ടിസ്റ്റിനെ പരിഗണിച്ചുകൊണ്ട് നമ്മുടെ തിരുവനന്തപുരത്തായാലും കേരളത്തിലായാലും 3 സംഘടനകൾ നടക്കുന്നുവെന്ന് എനിക്കറിയാം. അന്നേരം ഈ സംഘടനകളെല്ലാം കൂടെ ഒന്നിച്ചു ചേർന്നുകൊണ്ട് നമ്മുടെ സർക്കാരിൻ്റെ മുന്നിൽ അത് ജൂനിയർ ആർട്ടിസ്റ്റിന് വേണ്ടിയുള്ള അവരുടെ അവകാശങ്ങളും അവർക്ക് വേണ്ടിയുള്ള ക്ഷേമനിധികളും അവർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസുകളും ഏതെങ്കിലും ഒരു കാരണവശാൽ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് നമ്മുടെ ഒരു ലൊക്കേഷനിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആരാണ് ഉത്തരവാദിത്വം മെയിനായിട്ടുള്ളത്? ഉത്തരവാദിത്വം കോർഡിനേറ്റർമാർ വിളിക്കുന്നു, അതിന് ചില ശമ്പളം തരുന്നു, പറഞ്ഞു വിടുന്നു, പോകുന്നു. പക്ഷേ ഒരുപാട് സ്ത്രീകൾക്കായാലും ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്ന ഒരു ഫീൽഡാണ് ഹേമ കമ്മിറ്റി എന്ന് പറയുമ്പോൾ. അത് ഇതുമായിട്ട് ബന്ധപ്പെടുന്നു എനിക്കറിയത്തില്ല. കാരണം ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ കാര്യങ്ങൾ ഹേമ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടില്ല. ഹേമ കമ്മിറ്റിയിൽ അല്ല, സ്ത്രീകൾ നേരിടുന്ന ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ സംഗതിയിൽ തന്നെ വരണം. ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ ആരായാലും സ്ത്രീകളായാലും പുരുഷന്മാരായാലും കുട്ടികൾ മുതൽ 80 വയസ്സുള്ളവർ വരെ അഭിനയിക്കാൻ വിളിക്കുന്നുണ്ട് പല അന്നേരം പരസ്യത്തിലായാലും ഏതിലായാലും അവർക്ക് വേണ്ടിയുള്ള ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ ഇപ്പമായിട്ടുള്ളത് ഇടയ്ക്കുള്ള ചൂഷണങ്ങൾ വിധേയമാകുന്നുണ്ട്. അതിപ്പം സിനിമാ രംഗത്ത് ഏതായാലും കലയല്ലേ, കലയോട് സ്നേഹം ഉണ്ടായിട്ടില്ലേ അവർ വരുന്നത്. ഇപ്പം നമ്മളൊരു കൂലിപ്പണിക്ക്, അതായത് ഒരു തൊഴിലുറപ്പിന് പോയാലും അതിനൊരു ആനുകൂല്യങ്ങളും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചുള്ള എന്താണ് സർക്കാരിൻ്റെ തലത്തിൽ നിന്നും ഉള്ളത്? ഒന്നുമില്ല. അല്ലെങ്കിൽ അത് അങ്ങനെ നമ്മുടെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ അത് പാസ്സാക്കി കൊണ്ട് അത് ഫിലിം ചേംബറിൽ അവതരിപ്പിച്ച് അത് അംഗീകരിച്ച് പ്രൊഡ്യൂസർമാരെയും ഡയറക്ടർമാർക്കും ഫിലിം ചേംബറിനും കൊടുത്തത് അംഗീകാരം തരണം. സിനിമാക്കാരാണെങ്കിലും സർക്കാരാണെങ്കിലും ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് ഒരു വേണ്ട പരിഗണന കൊടുക്കുന്നില്ല എന്നാണ് തോന്നുന്നത്. തീർച്ചയായും ഇതുവരെ കിട്ടിയിട്ടില്ല. കാരണം ഞാനും പല സിനിമകളിലും അഭിനയിക്കാനായിട്ട് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോകുന്നു, വിളിക്കുന്നു, പലരും സൈഡ് വേഷം ചെയ്യുന്നു. അതിനാദ്യം ഒരുപാട് വേഷങ്ങളിൽ എത്തി നോക്കുമ്പോഴാണ് ഇങ്ങനെ എവിടെയെങ്കിലും ഒരു പടത്തിൽ കിട്ടുന്നത്. പിന്നെ എല്ലാം അവനവൻ്റെ കഴിവുപോലിരിക്കും. ഡയറക്ടർമാർ അവർക്കുള്ള സ്ക്രിപ്റ്റ് അനുസരിച്ച് നടന്മാരെ കണ്ടെത്തുന്നത്. ഓക്കെ, അതിനൊന്നും നമ്മൾ ഡയറക്ടറെ പ്രൊഡ്യൂസറിനൊന്നും കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ അവർ പൈസ മുടക്കുന്നു, അവർക്ക് ലാഭം ഉണ്ടാകണം. സ്ക്രിപ്റ്റ് റൈറ്റായാലും നല്ല രീതിയിൽ അവർ സിനിമ ഉണ്ടാക്കുന്നു, ഒരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് അവർക്ക് ഉണ്ടായിരിക്കണം. പക്ഷേ ഏത് പടത്തിൻ്റെയും പുറകിൽ നമ്മുടെ ജൂനിയർ ആർട്ടിസ്റ്റ് ഒരു വലിയൊരു ഹാർഡ് വർക്കുണ്ട്. അതാർക്കും തിരസ്കരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവർക്ക് വേണ്ടിയുള്ള അവകാശങ്ങൾ കാര്യങ്ങളൊക്കെ സർക്കാർ പരിഗണനയിൽ കൊണ്ടുവന്ന് നമ്മുടെ ഫിലിം ചേംബറും അംഗീകരിച്ച് വേണ്ട വിധത്തിലുള്ള അംഗീകാരം കൊടുക്കണം. അതാണ് എൻ്റെ ഒരു അപേക്ഷ. ഏത് തരത്തിലുള്ളൊരു അംഗീകാരം വേണമെന്നാണ് വിചാരിക്കുന്നത്? ഏത് തരത്തിലുള്ള അംഗീകാരം വേണമെന്ന് പറയുന്നത്, ഇപ്പം അവരുടെ സാലറി അവരുടെ ഓരോ ഇതനുസരിച്ച് ഇപ്പോൾ ഡയലോഗില്ലേലും ഒരു മിനിമം വേജസ് ഒരു ഇത്ര വെച്ച് കൊടുക്കണം. ഇതിപ്പം വണ്ടിക്കൂലിയും കഴിഞ്ഞ് 100, 600, 700 കഴിച്ച് വീട്ടിൽ തിരിച്ചു കൊണ്ടുപോകുന്ന കാണുന്ന അവസ്ഥകളാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഒരു ലൊക്കേഷനിൽ ഞാൻ ചെന്നപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് തന്നെ അങ്ങോട്ട് പോകാൻ വണ്ടിക്കൂലി ഇല്ലെന്നും പറഞ്ഞ് മേടിച്ചൊരു പാർട്ടിയുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അന്നേരം അത് ഒന്ന്. പിന്നെ ആഹാരം, ഫുഡ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ, പിന്നെ കോസ്റ്റ്യൂം എന്ന് പറയുന്ന ചില പടത്തിന് അവർ സ്വന്തമായിട്ട് കോസ്റ്റ്യൂം കൊണ്ടുവരാൻ പറയും. അന്നേരം ചിലപ്പോൾ ഇന്ന കളർ എന്ന് പറയുമ്പോൾ ഉടനെ പോയി നമ്മൾ കാശ് കൊടുത്ത് മേടിക്കേണ്ടി വരും. കാശ് കൊടുത്ത് മേടിക്കുകയും ചെയ്യണം. ഇവർ തരുന്ന 600, 700, 800 രൂപ കൊണ്ട് നടക്കത്തുമില്ല. തിരിച്ച് നമ്മൾ പോകുമ്പോൾ നമുക്കൊന്നും അത് തന്നെയാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു സമ്പ്രദായങ്ങൾ മാറ്റി വെച്ചുകൊണ്ട് ജൂനിയർ ആർട്ടിസ്റ്റിനെ സംവിധായകരും പ്രൊഡ്യൂസറും നമ്മുടെ കേരള ജൂനിയർ ആർട്ടിസ്റ്റിനെ പരിഗണിക്കണമെന്നാണ് എൻ്റെ ഒരു അപേക്ഷ. കാരണം എന്ന് പറയുന്നത് ഇവരൊക്കെ ഒരുപാട് വെയിലും കാറ്റും ഇതൊക്കെ കൊള്ളുന്നതാണ്. അവരില്ലാതെ ഒരു പടം വിജയിക്കത്തില്ല എങ്ങനെ പറഞ്ഞാൽ. അതുകൊണ്ടാണ് ജൂനിയർ ആർട്ടിസ്റ്റിൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഏതൊരു ജൂനിയർ ആർട്ടിസ്റ്റിനെ കണ്ട് നിങ്ങൾ ചോദിച്ചാൽ പോലും അവർക്ക് തന്നെ ഇത് തന്നെ ആയിരിക്കും മറുപടി പറയാൻ. പക്ഷേ അവർക്ക് അടുത്ത പടത്തിൽ ചാൻസ് കിട്ടാൻ വേണ്ടി അവർ സത്യങ്ങൾ പറയണമെന്നില്ല. അല്ല, ജൂനിയർ ആർട്ടിസ്റ്റുകാരും പറയാതിരിക്കുന്നതിൻ്റെ കാരണം അവരെ ചില കോർഡിനേറ്റർമാർ വിളിക്കത്തില്ല. അതാണ്, കോർഡിനേറ്റർമാർ വിളിക്കത്തില്ല. കോർഡിനേറ്റർമാരുണ്ട്, അവർക്ക് അവരുടേതായ ഇതുണ്ടല്ലോ.
അതനുസരിച്ച് അപ്പോൾ വിളിക്കാതിരിക്കുന്നതിൻ്റെ പേരിൽ അവർക്ക് ചാൻസ് പോകുമോ എന്നുള്ള ഇതാണ്. അല്ല ഇപ്പോൾ ചേട്ടൻ ഇപ്പോൾ സത്യങ്ങൾ തുറന്ന് പറയുമ്പോൾ ചേട്ടന് ചാൻസ് പോകുന്നുള്ളൊരു പേടിയുണ്ടോ? കുഴപ്പമില്ല, സത്യങ്ങൾ ഞാൻ ഒരു കലാകാരനാണ്. ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ട് ഒരു ഡയറക്ടർ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞാൽ ആ കലയിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റും. ഒരു കല അല്ല, വിളിക്കാതിരിക്കുക അതൊക്കെ എന്ന് പറയുന്ന കലാരംഗത്ത് കലാബോധമുള്ളവർ നിശ്ചയിക്കും. ഒരു കലാകാരനെ എല്ലാവർക്കും കലയെന്ന് പറയുന്ന ഗിഫ്റ്റാണ്. ആരും പെട്ടെന്ന് വന്നതൊന്നുമല്ല, ഇത്രയേ ഉള്ളൂ. ഏതെങ്കിലും ഒരു പ്രൊഡ്യൂസറോ സംവിധായകനാണ് ഒരു കലാകാരനെ വേദിയിലോട്ട് കൊണ്ടുവരുന്നത്. അദ്ദേഹത്തിന് വളർത്തുന്നത് നമ്മുടെ പ്രേക്ഷകരായ നമ്മുടെ ജനങ്ങളാണ്. ഇത്രയേ ഉള്ളൂ, ജനങ്ങളാണ് വളർത്തുന്നത്, വേറെ ആരുമല്ല. പക്ഷെ അവസരം കിട്ടണ്ടേ ഒരു സിനിമയിലാണെങ്കിൽ? തീർച്ചയായും അവസരം കിട്ടണം. നമ്മളെപ്പോലുള്ള ജൂനിയർ ആർട്ടിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് മാത്രം കിടക്കരുത്, അതിനുള്ള അവസരം കൂടെ കിട്ടണം. അതിന് ഓരോ ജൂനിയർ ആർട്ടിസ്റ്റും അവരുടേതായ ആക്ടിങ് ലെവൽ ഇമ്പ്രൂവ് ചെയ്യണം. അതവരുടെ കാര്യം ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന് കലാപരമായിട്ട് അവർക്ക് ആർട്ടിസ്റ്റ് ആവണമെങ്കിൽ അവർക്കൊരു മൂല്യം ഉണ്ടായിരിക്കണം. മലയാള സിനിമയിലുള്ള സംഭവമുള്ള ഒരു ടൈപ്പ് കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ചായക്കടക്കാരനായി കഴിഞ്ഞാൽ ചായക്കടക്കാരൻ മാത്രം, അതാണ് ചായക്കടക്കാരൻ, പോലീസുകാരനാണെങ്കിൽ പോലീസുകാരൻ മാത്രം. ആ ലുക്കിൽ നിന്നൊക്കെ ഇച്ചിരി വ്യതിയാനങ്ങൾ ഉണ്ടാവണം. ഞാൻ അതായത് നമ്മുടെ ഷൂട്ടിംഗ് സെൻറ്ററിലൊക്കെ പോകുമ്പോൾ, ലൊക്കേഷനിൽ പോകുമ്പോൾ എത്ര നല്ല ആർട്ടിസ്റ്റുകളാണ് അവിടെ കാണുന്നത്. അവർക്കൊന്നും ചാൻസ് ഇല്ലാത്തതിൻ്റെ കുഴപ്പമെന്ന് പറയുന്നത് അവരും നിങ്ങളുടെ വാതിലുകളിലോ മുട്ടി കാണത്തില്ലായിരിക്കും. അതാണ്. അല്ലെങ്കിൽ ഒരു ഡയറക്ടറെയോ അല്ലെങ്കിൽ നല്ല സ്ക്രിപ്റ്റ് ഉള്ള ഒരു സ്ക്രിപ്റ്റ് എഴുതുന്ന ആളെയോ അല്ലെങ്കിൽ പ്രൊഡ്യൂസർമാർക്ക് എന്ന് പറയുന്ന സ്ക്രിപ്റ്റ് വായിച്ചു കൊടുക്കുമ്പം അവർക്ക് നല്ല കഥയാണെന്ന് തോന്നി അവർക്ക് നല്ല നടന്മാരെ വെച്ച് കാസ്റ്റ് ചെയ്യണമെന്നാണ്. കാരണം ഇട്ട പൈസ തിരിച്ചെടുക്കണം, ജൂനിയർ ആർട്ടിസ്റ്റും കൊടുക്കണം, ചിലവുള്ളതാണ്. ഞാനൊരു പ്രൊഡ്യൂസറെയോ ഒരു ഡയറക്ടറെയോ ഒന്നും പറയുന്നില്ല. ഇത് സർക്കാരും കൂടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ജൂനിയർ ആർട്ടിസ്റ്റിന് ഒരു പല സംഘടനകളുണ്ട്. അതാ പ്രശ്നങ്ങൾ. കേരളത്തിൽ 3-4 ജൂനിയർ ആർട്ടിസ്റ്റ് സംഘടനകളുണ്ട്. ഈ സംഘടനകൾ തമ്മിലൊരു യോജിപ്പില്ല, അങ്ങനെയുണ്ട്. ഇതെല്ലാം കൂടെ ഒന്നിച്ച് വന്നിട്ട് കേരള നിയമസഭയിൽ ഇത് കൊണ്ടുവരാമെങ്കിൽ അത് അംഗീകരിക്കുകയും ചെയ്യും. അംഗീകരിച്ചുകൊണ്ട് അവർക്കുള്ള ആനുകൂല്യം കിട്ടും എന്നാണ് എൻ്റെ പ്രതീക്ഷ. അത്രയേ ഉള്ളൂ. താങ്ക്സ്.